ഹൗസിലെല്ലാവരും അനുമോളെ ഒറ്റപ്പെടുത്തുന്നു. കിച്ചണിൽ അനുമോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറ്റം പറയുകയും പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തു. അനുമോളും തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇനി ഞാൻ അടുക്കളയിൽ കയറില്ല എന്ന് പറഞ്ഞ് അനുമോൾ പോയി പിണങ്ങിയിരിക്കുന്നു. ഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ഒരു ആപ്പിൾ ഒളിച്ചെടുത്തു കൊണ്ടുപോയി അനുമോൾ കഴിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞ് വിശന്നിട്ടായിരിക്കും അനുമോൾ വന്ന് തനിച്ചിരുന്ന് രാവിലത്തെ ഭക്ഷണം 12:30 കഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഹൗസിലെല്ലാവരും അനുമോളെ ഓരോ കാര്യത്തിനും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്തവണ പണിപ്പുരയിൽ പോകാൻ പറ്റിയത് ജിസേലിനും നെവിനുമായിരുന്നു. നെവിൻ എന്തോ വലിയ വൈരാഗ്യത്തോടെയാണ് അനുമോളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ജിസേലും പറ്റുന്ന അവസരങ്ങളിലെല്ലാം അനുമോൾക്കിട്ട് പണി കൊടുക്കുന്നുണ്ട്. പണിപ്പുര ടാസ്കിനകത്ത് കയറിയ അവർ റൂമിൽ നിന്നും എടുത്ത സാധനങ്ങളിൽ ഒന്ന് അനുമോളുടെ ഡ്രസ്സായിരുന്നു. ഇത് കണ്ട ജിസയില് ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അനുമോളുടെ എടുത്ത ഡ്രസ്സ് തിരിച്ച് പണിപ്പുര മുറിയിലേക്ക് എടുത്തിടുന്നു. നെവിൻ ഇത് കാണുന്നുണ്ട്. നീ എന്താണ് തിരിച്ചിട്ടതെന്ന് ചോദിക്കുമ്പോൾ അത് നിന്റെ സാധനമല്ല, നീ ഒന്നും പറയണ്ട എന്ന് പറയുന്നു. പക്ഷെ അനുമോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അനുമോൾ അതിൻ്റെ ജനലിൽ കൂടെ പണിപ്പുര മുറിയിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ പേരെഴുതിയ പൊതി അവിടെ കിടക്കുന്നത് കണ്ടു. അത് അനുമോളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അനുമോൾ നന്നായിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ട്.